ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നത് അതൊരു ബാലശിക്ഷയാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടം മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതയും രോഗവും ദാരിദ്ര്യവും വേദനയും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രശ്നസങ്കീർണമായ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ഈ കഷ്ടത, സഹനം അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും അനുവദിച്ചു? ഞാൻ എന്തുകൊണ്ട് ഈ കഷ്ടത അനുഭവിക്കാൻ കാരണമായി എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കഷ്ടത, സഹനം അനുവദിക്കുന്നത് അത് ഒരു ബാലശിക്ഷയായിട്ടാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ബാലശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശിക്ഷണം എന്ന് പറയുന്നത് നമ്മെ വളർത്താൻ വേണ്ടി, നമ്മെ തിരുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ശിക്ഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു പിതാവ് തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു കുറ്റം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, ആ കുഞ്ഞിൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അതിനെ ശിക്ഷിച്ചു വളർത്തും, ശിക്ഷണം നൽകും. എന്തിനാണ് ശിക്ഷണം നൽകുന്നത്? ഒന്നില്ലെങ്കിൽ ആ കുഞ്ഞ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റ് തിരുത്താൻ വേണ്ടി. മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം നൽകുന്നത് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ ദൈവ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നൽകുന്ന ഒരു ശിക്ഷണമാണ് കഷ്ടത എന്ന്, സഹനമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ആ വചനം വായിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്ന നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും ദാരിദ്ര്യവും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആരും സഹായിക്കാനില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ആരും സഹായിക്കാനില്ലാത്തിടത്താണ് ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് നീണ്ടുവരുന്നത്. ആ സമയം നാം ചിന്തിക്കേണ്ട ഒന്നാണ്, എന്തുകൊണ്ട് ഈ കഷ്ടത ദൈവം എനിക്ക് അനുവദിച്ചു? എന്നെ തിരുത്തുവാൻ, എൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ കണ്ടെത്താനാണോ? നാം സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം. മിസ്രൈമിൻ്റെ അടിമ മുഖത്തിൽ നിന്ന് മോശ മുഖാന്തരമായിട്ട് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. 10 ബാധകൾ നൽകി. കഠിന ഹൃദയമായിരിക്കുന്ന ഫറവോൻ്റെ ഹൃദയത്തെ തുറന്നുകൊണ്ട് 10 ബാധകൾ അയച്ച് 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹരിച്ചതിലൂടെ ദൈവത്തിൻ്റെ ജനത്തെ വിട്ടയക്കാൻ കഠിനഹൃദയനായ ഫറവോ തീരുമാനമെടുത്തു. അങ്ങനെ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത ഈ ദൈവജനം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് മുൻപടയായി പിൻപടയായി കർത്താവിൻ്റെ തേജസ് ദൈവജനത്തോട് കൂടെ നടക്കുമ്പോൾ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ദൈവജനത്തോട് കൂടെ ദൈവം നടക്കുമ്പോൾ, മോശ മുഖാന്തരം ആവശ്യമായിരിക്കുന്ന ആഹാരം, വെള്ളം,
എല്ലാം ദൈവം നൽകി. പാലും തേനും ഒഴുകുന്ന ദൈവത്തിൻ്റെ സ്വന്തം ദേശത്തേക്ക് മരുഭൂമിയിലൂടെ ദൈവജനത്തെ കൊണ്ടുപോകുമ്പോൾ അവർ പലപ്പോഴായിട്ട് തെറ്റിപ്പോയി. അവർ തെറ്റിപ്പോയപ്പോഴെല്ലാം ഒരപ്പൻ മക്കളെ ശിക്ഷിക്കുന്ന പോലെ ചില ബാലശിക്ഷകൾ നൽകി, ചില ശിക്ഷണങ്ങൾ നൽകി അവരെ തിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഹോരേബ് മലയുടെ താഴ്വാരത്തിൽ വെച്ച് മോശ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സീനാൻ മലയിലേക്ക് കയറിപ്പോയപ്പോൾ ദൈവജനം ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന മോശയെ കാണാനില്ല, ഞങ്ങൾക്കൊരു ദൈവത്തെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം അഹറോനോട് ബഹളം കൂട്ടിയപ്പോൾ അഹറോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടിയുടെ മുന്നിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനം അവർ ആനന്ദിച്ച് മതിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിന് കാരണമായി തീർന്നു. മോശ മുഖാന്തരം വിടുവിച്ച ഈ ജനം വീണ്ടും പഴയ അന്യദൈവാരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയപ്പോൾ ദൈവത്തിനത് വേദനയായി, ദൈവത്തിന് ദുഃഖമായി. ദൈവം ചില ശിക്ഷണങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 34-35 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നുണ്ട്, ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുക. എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു. അഹറോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. ഇവിടെ വചനം പറയുന്നു, ഈ ജനം കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചത് മുഖാന്തരമായിട്ട്, അവർ ദൈവം തെറ്റിപ്പോയത് മുഖാന്തരമായിട്ട് ദൈവം ഒരു ശിക്ഷണം നൽകുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ബാധ അയക്കുകയാണ്, ഒരു മഹാമാരി അയക്കുകയാണ്, അവരെ ദണ്ഡിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ചില സഹനങ്ങൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ അതൊരു ശിക്ഷണമായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഇത് എന്നെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ദൈവത്തിന് അകന്നുപോയ എന്നെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരവസരമാണ് ഈ സഹനമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചാൽ അതൊരു ബാലശിക്ഷയാണ്, അതൊരു ശിക്ഷണമാണ്. ഒരപ്പൻ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ ശിക്ഷിച്ച് വളർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം മക്കളെ സ്നേഹിക്കുന്നൊരപ്പൻ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷണങ്ങൾ നൽകും, അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അവരുടെ തെറ്റുകൾ തിരുത്താൻ, അവരുടെ തെറ്റെന്താണെന്നറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരുവാൻ ചില ശിക്ഷണങ്ങൾ മക്കളെ സ്നേഹിക്കുന്നൊരപ്പൻ നൽകുമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനം എന്ന് പറയുന്നത്. നമ്മുടെ സഹനങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. വീണ്ടും ഇസ്രായേൽ ജനം വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ ദൈവം വീണ്ടും അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ശിക്ഷണങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ബാൽ എന്ന വിഗ്രഹത്തെ ആരാധിച്ച് ദൈവത്തിന് അകന്നു പോകുമ്പോൾ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ചില ശിക്ഷണങ്ങൾ നൽകുകയാണ്. അതിന് വചനം ഇങ്ങനെ പറയുന്നു, അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അവരെ കവർ ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. ഇവിടെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഇസ്രായേൽ ജനം
ദൈവത്തെ മറന്ന്, ദൈവത്തെ ഉപേക്ഷിച്ച് അവർ ബാലിനെയും അസ്തര പ്രതിഷ്ഠകളെയും സേവിച്ചപ്പോൾ ദൈവത്തിന് കോപമായി. കാരണം ദൈവം അത്രമാത്രം അവരെ സ്നേഹിച്ചു. അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, അവർക്ക് ആവശ്യമായിരിക്കുന്ന വെള്ളം, അവർക്ക് പകൽ മേഘസ്തംഭമായ രാത്രി അഗ്നിത്തൂണായി ദൈവം മുൻപടയായി പിൻപടയായി ദൈവജനത്തോട് കൂടെ നടക്കുമ്പോൾ, ഈ ദൈവത്തെ അറിഞ്ഞ ജനം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ജനം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തെ മറക്കുമ്പോൾ അത് ദൈവത്തിന് വേദനയായി മാറുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തന്നതല്ല നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ പിറന്നു വീണ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവം നമുക്ക് നൽകിയ നന്മകൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ഈ ദൈവത്തെ മറന്ന് നാം പാപത്തിൻ്റെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, പിശാചിൻ്റെ അടിമ നുഖത്തിലേക്ക് വീണുപോയൊരു വ്യക്തിയാണോ? നാം എവിടെ കിടക്കുന്നു എന്ന് നാം തിരിച്ചറിയുവാൻ, നാം നമ്മെ തന്നെ തിരിച്ചറിയുവാൻ ദൈവം ഒരുക്കുന്ന ഒരവസരമാണ്, ഒരു ശിക്ഷണമാണ് ദൈവം നൽകുന്ന സഹനങ്ങൾ, ദൈവം നൽകുന്ന കഷ്ടതകൾ. ഇവിടെ ഈ ജനം വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ, ആ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് സേവിച്ചപ്പോൾ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്, അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കച്ചവടക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുറ്റുമുള്ള ശത്രുക്കൾക്ക് മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. ഇങ്ങനെ ദൈവജനത്തിന് ചില ശിക്ഷണങ്ങൾ നൽകി അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഴമായി അവരെ സ്നേഹിക്കുന്നു എന്നാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് അവിടെ വെളിപ്പെടുന്നത്. യഹോവ അരുളി ചെയ്തിരിക്കുന്ന പോലെയും യഹോവ അവരുടെ സത്യം ചെയ്ത പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. അതായത് എന്ത് ചെയ്താലും അനർത്ഥമായി തീരുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇതുപോലെ തന്നെ എന്ത് ചെയ്താലും അനർത്ഥമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്തിനാണ്? നമ്മെ തിരുത്തുവാൻ വേണ്ടി, നമ്മെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ജീവിതത്തിൽ സഹനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കാൻ ദൈവം നൽകുന്നൊരു അവസരമാണ്. ഇവിടെ ഈ ദൈവജനത്തെ ദൈവം ശിക്ഷണം നൽകി തിരിച്ചുകൊണ്ടുവരികയാണ്, ശിക്ഷ നൽകി തിരിച്ചുകൊണ്ടുവരികയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പോൾ ശിക്ഷണം നൽകുന്ന ഒരപ്പൻ ആ ശിക്ഷണം കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുന്നു, ആ ശിക്ഷ കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുന്നു എന്നത് അവരുടെ സ്നേഹത്തിൻ്റെ ആഴമാണ്. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവത്തിന് അകന്നു പോയ ദൈവജനത്തെ ചില ശിക്ഷകൾ നൽകി അവരെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. എന്തിനാണ് ദൈവം ശിക്ഷിക്കുന്നത് പിന്നെ രക്ഷിക്കുന്നത് ചോദിച്ചാൽ, ഈ ദൈവജനം വീണ്ടും വീണ്ടും തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ വീണ്ടും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ഒരു ശിക്ഷയാണ് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, കഷ്ടതകൾ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില സഹനങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ അതിന് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുവാൻ ദൈവം ഒരുക്കുന്ന ഒരു അവസരമായി നാം അതിനെ കാണുന്നുവെങ്കിൽ ഈ സഹനം നമുക്ക് അനുഗ്രഹമാണ്. വീണ്ടും അതിനെ പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു.
ഇതൊരു ബാലശിക്ഷയാണ്. ജീവിതത്തിൽ നടന്ന സഹനങ്ങൾ, കഷ്ടതകൾ ഒരു ബാലശിക്ഷയാണ്. ഇത് സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അതായത് ഒരു അപ്പൻ തൻ്റെ മകനെ ശിക്ഷിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് തൻ്റെ മാറോട് ചേർത്ത് പിടിക്കും, ആശ്വസിപ്പിക്കും. അപ്പൻ തല്ലിയ ആ തല്ല് വേദനയായി മുറിവായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൻ തലോടും. ആ മാറോട് ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ സ്നേഹം സഹനത്തിലൂടെ നാം അനുഭവിക്കുകയാണ്. ഓരോ സഹനങ്ങളും ദൈവത്തിൻ്റെ ചുംബനമായി മാറുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹ ചുംബനമായി മാറുകയാണ്. ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ, കഷ്ടത ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ നാം ദൈവത്തിൻ്റെ മാറിലാണ്. ഒരപ്പൻ തൻ്റെ മകനെ മാറോട് ചേർത്ത് പിടിക്കും പോലെ ഓരോ സഹനത്തിൻ്റെ തീച്ചുളയിലും ദൈവം നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ഇതൊരു ബാലശിക്ഷയാണെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ വചനം പറയുകയാണ്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? സ്നേഹമുള്ള അപ്പനാണെങ്കിൽ മക്കളെ ശിക്ഷിക്കും. സ്നേഹമില്ലായെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോട്ടെ, അവൻ നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കും. സ്നേഹിക്കുന്നൊരപ്പൻ ഒരു മകനും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നാശത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന മകനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ അപ്പൻ എന്ത് ത്യാഗം ചെയ്യും. ഇതാണ് ക്രൂശിലെ സ്നേഹം. നാം പാപം ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡത്തിൻ്റെ ആഗ്രഹത്തിന് അടിമപ്പെട്ട്, പിശാചിൻ്റെ വഴിയിലൂടെ നിത്യനരകം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നാം പോകുന്ന വഴി നാശത്തിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവം നമുക്ക് വേണ്ടി സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം, മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എപ്പോഴും ദുഷിച്ച ദൈവമായ കർത്താവ് കണ്ടു. മനുഷ്യനെ ഉണ്ടാക്കിയതിൽ യഹോവയായ ദൈവം അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് വേദനയായെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അപ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മകൻ, ഒരു മകൾ തെറ്റിപ്പോകുമ്പോൾ ദൈവം ഒത്തിരി വേദനിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. അങ്ങനെ തെറ്റിപ്പോകുന്ന മക്കളെ വീണ്ടെടുക്കാൻ ആ അപ്പൻ ചെയ്ത പ്രവൃത്തിയാണ് താൻ ദൈവമായിരുന്നിട്ടും ദൈവത്തുള്ള മഹത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ പീഡാസഹനവും ക്രൂശിലെ മരണവും പാപത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന വഴിതെറ്റിപ്പോയ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാനുള്ള അപ്പൻ്റെ വലിയ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. ഇനി അഥവാ തെറ്റിയാലും അപ്പനെക്കുറിച്ചുള്ള ആ സ്നേഹം നിമിത്തം ലാഭമായിരുന്ന സകലതും ഛേദമെന്നെണ്ണി അപ്പനുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് അപ്പൻ്റെ മാറോട് ചേരുവാൻ, ആ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ഒരു തിരിച്ചുവരവിൻ്റെ ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം സഹനങ്ങൾ, കഷ്ടതകൾ അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം തെറ്റിപ്പോയെങ്കിൽ അത് തിരിച്ചറിയുവാൻ, എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ, അപ്പൻ്റെ അരികിലേക്ക്, അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരവസരമായിട്ട് നാം ഇതിനെ കാണുന്നുവെങ്കിൽ ഇത് നമുക്ക് അനുഗ്രഹമാണ്. നമുക്കറിയാം, മുടിയനായ പുത്രൻ, ധൂർത്തപുത്രൻ അപ്പനിൽ നിന്നെല്ലാം സ്വന്തമാക്കിയിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ അവൻ സുഖിച്ച് എല്ലാ രീതിയിലും അവൻ തനിക്കുണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ച്, ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അപ്പൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് അവസാനം ജീവിതത്തിലൊരു കഷ്ടത വന്നപ്പോൾ, കഴിക്കാൻ ആഹാരമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കിടന്നുറങ്ങാൻ കിടപ്പാടമില്ലാതെ പന്നികളോടുകൂടെ കിടക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ, പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വന്നപ്പോൾ, ആ സഹനത്തിൻ്റെ
ആ കഷ്ടതയുടെ അനുഭവത്തിൽ അപ്പനെക്കുറിച്ച് ഓർത്തു. അപ്പൻ്റെ ഭവനത്തിൽ തിന്നുകൂടിച്ച് ആനന്ദിക്കുന്ന വേലക്കാരെക്കുറിച്ച് ഓർത്തു. അപ്പ എന്ന് വിളിക്കാൻ പോലും യോഗ്യനല്ല എങ്കിലും അപ്പൻ്റെ വീട്ടിലൊരു വേലക്കാരനായിട്ടെങ്കിലും അപ്പനെ സ്വീകരിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി തൻ്റെ കഷ്ടതയിൽ അപ്പനെക്കുറിച്ച് ചിന്തിച്ചു. തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അനുദപിച്ചു. അവന് സുബോധമുണ്ടായി. അവൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അപ്പനിലേക്ക് തിരിയുവാൻ, അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, അപ്പൻ്റെ മകനാണെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയില്ല എങ്കിലും അപ്പൻ്റെ ഭവനത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ഒരു മടങ്ങി വരവിന് ഈ കഷ്ടത, ഈ സഹനം അത് മുഖാന്തരമാകുന്നുവെങ്കിൽ, ദൈവത്തോട് അടുത്തു വരുവാൻ, ദൈവസ്നേഹത്തിൽ അപ്പൻ്റെ സ്നേഹത്തോട് മാറോട് ചേർന്നുള്ള സ്നേഹം അനുഭവിക്കുവാൻ ഈ അവസരം നാം അനുവദിക്കുന്നുവെങ്കിൽ ഈ സഹനം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ വീണുപോയത് അവിടുന്ന് മടങ്ങി വരുവാനൊരവസരമാണ്. അപ്പൻ്റെ മാറോട് ചേരുവാൻ, അപ്പൻ്റെ മാർവിലെ സ്നേഹം അനുഭവിക്കുവാൻ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിയുവാനുള്ളൊരു അവസരമാണ് ഈ സഹനങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ആയിത്തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും, ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹചുംബനമായി സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ മാറോട് ചേർന്ന് ആ സ്നേഹം അനുഭവിക്കുവാൻ ഈ സഹനങ്ങൾ നമുക്ക് മുഖാന്തരമാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നീ അനുവദിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഈ സഹനം കർത്താവ് നിൻ്റെ മാറോട് ചേരുവാനുള്ളൊരു അവസരമാണ്, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ളൊരു അവസരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരുള്ളൂ എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ഒരു ശിക്ഷണമായി കണ്ട് കർത്താവ് നിന്നിലേക്ക് തിരിച്ചു വരുവാൻ, മുടിയനായ പുത്രനെ പോലെ അപ്പനെ അന്വേഷിക്കുവാൻ, അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ, അപ്പൻ്റെ ആഴമായ സ്നേഹം രുചിച്ചറിയുവാൻ ഈ സഹനങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിൽ എവിടെയാണ് ഞങ്ങൾ തെറ്റിപ്പോയത് അത് തിരിച്ചറിഞ്ഞ് തെറ്റ് തിരുത്തുവാൻ, മടങ്ങി വരുവാൻ, തെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തെ ചില ബാലശിക്ഷകളിലൂടെ തിരികെ കൊണ്ടുവന്ന അവിടുത്തെ വലിയ സ്നേഹം, ആ മക്കളുള്ള അപ്പൻ്റെ സ്നേഹം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഈ സഹനങ്ങൾ മുഖാന്തരമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടതകളും അത് അനുഗ്രഹത്തിനായി തീരുവാൻ, ദൈവസ്നേഹ അനുഭവത്തിനായി തീരുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകലവും അങ്ങേ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.